നമസ്കാരം. ഞാനൊരു കഥ പറഞ്ഞോട്ടെ. 25 വർഷം മുമ്പുള്ളൊരു കഥയാണ്. അന്ന് കാർഗിൽ യുദ്ധം കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹി ബേസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന സമയത്തോളം നടന്നൊരു കഥയാണ്. എന്നോട് കൂടെ അഡ്മിറ്റായിരുന്ന ഒരു മഹാരാഷ്ട്രക്കാരുണ്ടായിരുന്നു. എൻ്റെ പേര് ഗുജർ പട്ടേൽ എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്രയ്ക്ക് ഓർമ്മ വരുന്നില്ല. ഒരു ദിവസം ഞങ്ങൾ വൈകുന്നേരം നടക്കാൻ പോയ സമയത്ത് തൊട്ടപ്പുറത്തൊരു സ്ട്രീറ്റുണ്ട്. അവിടെ ഒരു കേരള ഹോട്ടലുണ്ട്. ഞാൻ ഇവനോട് ചോദിച്ചു, നിനക്ക് കേരള ചിക്കൻ വേണോ? കഴിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ല ബീഫും പൊറോട്ടയും കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ദിവസം വൈകുന്നേരം ഇവൻ എന്നെ വിളിക്കും, നമുക്ക് കേരള ചിക്കൻ തിന്നാൻ പോകാമോ? ഞാനും കൂടെ പോവും. വൈകുന്നേരം പോയി ബീഫും പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരും. ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ നടന്ന് ബീഫും പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവന് ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. അതിൻ്റെ കൂടെ കുറേ പശുക്കൾ ഇങ്ങനെ നടന്നു വരികയാണ്. ഞാൻ പറഞ്ഞു, എടാ, നിനക്ക് കേരള ചിക്കൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ദോ വരുന്ന സാധനമാണ് കേരള ചിക്കൻ. ഇവൻ എന്നെ പിടിച്ച് കുറുക്കിൽ കുറേ ഇടിയൊക്കെ അടിച്ചിട്ട് പറഞ്ഞു, കുറേ തെറിയൊക്കെ വിളിച്ചു. എന്നിട്ടും അതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, അടുത്ത ദിവസം വൈകുന്നേരം ആയപ്പം ചലോ കേരള ചിക്കൻ ഖാനേക്ക് ലേ ജായെങ്കെ. ഇതാണ് ശരാശരി സംഖികൾ. കേരളത്തിലെ സംഖ്യകളെല്ലാം കേരള ചിക്കൻ കഴിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് കേരള സ്റ്റോറി 2 എന്ന് വന്നാലും സംഖ്യകൾക്കെല്ലാം കേരള ചിക്കൻ, അതായത് ബീഫ്, വളരെ ഇഷ്ടമാണ്. അവർ കഴിക്കുക തന്നെ ചെയ്യും. നന്ദി, നമസ്കാരം.